എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. പപ്പ ഏറെക്കുറെ ഒരു 4-4:30 മണിക്ക് തന്നെ എഴുന്നേക്കും. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ കിച്ചണിൽ ചെന്നിട്ട് ഒരു കാപ്പി ഇട്ടിട്ട് അവിടെ വെക്കും. ചോറ് ചൂടാക്കണമെങ്കിൽ അത് ചൂടാക്കി വെക്കും, അലക്കാനുള്ളത് അലക്കാനിടും. എന്നിട്ടാണ് പോയിട്ട് വീഡിയോ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് പാചകത്തിനായിട്ട് അടുക്കളയിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ യൂട്യൂബ് വർക്ക് കുറച്ച് നേരം കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ യൂട്യൂബർക്ക് പെട്ടെന്ന് തീരൂല. അതുകൊണ്ട് ഞാൻ ഓട്സാണ് പപ്പക്ക് കാച്ചി വെച്ചത്. പണിക്കാർക്ക് കൊടുക്കാൻ മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പലഹാരം ഉണ്ടാക്കാനുള്ള നേരമൊന്നും കിട്ടില്ല. യൂട്യൂബ് വർക്ക് ഇങ്ങനെ നീണ്ടു പോണ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല, എല്ലാം കൂടി തെറ്റിപ്പോവും. അതുമല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് വർക്ക് തീർന്നിട്ടുണ്ടാവില്ല. അതിനുശേഷം പിന്നെ വോയിസ് ഓവറും കൂടി കൊടുക്കുമ്പോഴേക്കും ഒത്തിരി നേരം പോകും. അപ്പോൾ അങ്ങനെ നേരം പോയൊരു ദിവസമായിരുന്നെന്ന്. അപ്പോൾ മുട്ട കയ്യിലുണ്ടായതുകൊണ്ട് അതൊന്നും അങ്ങോട്ട് പുഴുങ്ങിയെടുത്ത്. അപ്പോൾ ഞാൻ തലേ ദിവസം ഞാൻ വിചാരിച്ചത് മുട്ട ബജി ഉണ്ടാക്കാമെന്നുണ്ട്. പക്ഷേ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ ആണെങ്കിൽ മുട്ട ബജിനെ കാട്ടിയും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് അവർക്ക് മുട്ട കഴിക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് മുട്ട മാത്രം ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ടാണ്, എണ്ണയൊന്നും ഇല്ലല്ലോ പിന്നെ. അപ്പോൾ അങ്ങനെ ഇന്ന് 4 പണിക്കാരാണുള്ളത്. അപ്പോൾ വേഗം നമ്മളുടെ പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് 4 പണിക്കാരെ വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ റിച്ചാർഡിൻ്റെയൊക്കെ ആ റൂമിലുള്ള സാധനങ്ങളെല്ലാം മാറ്റണം. എല്ലാം മാറ്റി അത് ഇനി എവിടെ കൊണ്ടുപോയി വെക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് സ്ഥലം ഇപ്പോൾ ഇല്ല, മുകളിൽ എവിടെ കൊണ്ടുപോയി വെക്കാനാണെന്ന് അറിയില്ല. അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയും ചെയ്യണം. ആ കട്ടിൽ മാറ്റിയിട്ട് വേറെ കട്ടിൽ, പിന്നെ അവിടെ വേറെ സൈഡ് ടേബിൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മേടിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേഗം ഈ പെയിൻറ്റിങ് പണി തീർക്കുന്നത് കേട്ടോ. അപ്പോൾ പപ്പയുടെ കയ്യിൽ അതങ്ങോട്ട് കൊടുത്തു വിട്ട് പപ്പ അതുകൊണ്ട് മുകളിലേക്ക് പോയി. അപ്പോൾ റൂബിക്കുഞ്ഞിന് ഇപ്പോഴായിട്ട് മുകളിൽ പോകാൻ പറ്റണം, അല്ലെങ്കിൽ പപ്പയുടെ പുറകെ കയറി പോക്കാണ് ആൾ. ഇപ്പം മുകളിൽ പൊടിയാണ്, പണിക്കാരും ഉണ്ട്, അതുകൊണ്ട് പപ്പ കൊണ്ടുപോകില്ല. അപ്പം ഞാനില്ലേ, എനിക്ക് കേർഡ് റൈസ് കഴിക്കാൻ, അതായത് തണുത്ത പഴഞ്ചോറുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനിത്തിരി തൈര് ഒഴിച്ചിട്ട് ഞാൻ ഇന്നതാണ് കഴിച്ചത്. നല്ല സുഖമാണ് നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് അത് കഴിക്കാൻ. വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇല്ലേ, ഈ കേർഡ് റൈസ് പഴഞ്ചോറിൽ കേർഡിട്ട് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ശരീരമൊക്കെ പുഷ്ടിപ്പെടും. അപ്പോൾ നമ്മളുടെ ഈ മുട്ട ബോയിൽ ചെയ്യണത് ഒന്ന് വിനാഗിരി സ്പ്രേ ചെയ്ത് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലെല്ലാം പോവും, നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഉണക്കിയിട്ടാണ് എടുത്ത് വെക്കണത്. ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാകരുത്, നല്ല ഡ്രൈ ആയിട്ട് മാത്രമാണ് അലമാരയുടെ അകത്തേക്ക് എടുത്ത് വെക്കണത്. അപ്പോൾ ഇല്ലേ, ഇന്ന് കുറച്ചൊരു ബീഫ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ഞാനത് വെച്ചിട്ട് വിന്താലി വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് ശരിക്കും വെക്കേണ്ടത്, കാരണം അത് ബീഫ് കുറവാണ്. അപ്പോൾ ഇത്തിരി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടണം. അപ്പോൾ ഞാൻ റായൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ റയമ്പന് വിന്താലും മതി, അന്നേ ഓക്കെ വിന്താലും. അപ്പോൾ വിന്താലുവിന് റയന് ഇഷ്ടം വെളുത്തുള്ളി ഇഞ്ചി അരച്ചിടുന്നതാണ്. എനിക്കാണെങ്കിൽ അതത്ര ഇഷ്ടമല്ല. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി റയൻ്റെ ഇഷ്ടത്തിന് ഞാൻ അരച്ചാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ സവാളയും പച്ചമുളകും വേപ്പിനെയും വഴറ്റിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി അരച്ചിട്ട് പിന്നെ അതിനകത്ത് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബീഫ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ നെയ്യുള്ളിറച്ചി ഇങ്ങനെ വിന്താലിന് വേണ്ടിയിട്ട് എടുക്കാറില്ല. അപ്പോൾ ഇതിനകത്ത് നെയ്യിൻ്റെ പീസ് ഉണ്ട്, പക്ഷേ എന്ത് ടേസ്റ്റായിരുന്നെന്നറിയാം. നല്ല ഇത് കുറവായിരുന്നുകൊണ്ടായിരുന്നാവോ, നല്ല ടേസ്റ്റായിരുന്നു ഇന്നത്തെ വിന്താലും. ഇപ്പോൾ ഇത്തിരി വിനാഗിരിയും ആദ്യം തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇപ്പോൾ ഒഴിച്ചത് വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ വിനാഗിരി എന്തായാലും വിന്താലുവിന് അത്യാവശ്യമാണ്. അപ്പോൾ പപ്പയുടെ കയ്യിൽ ഞാൻ ലിസ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു മട്ടാഞ്ചേരി കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, പച്ചക്കറികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജ് കാലിയായിട്ടിരിക്കണേ. അപ്പോൾ പപ്പ അതൊക്കെ മേടിച്ച്, പിന്നെ ചെറുനാരങ്ങ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെറുനാരങ്ങ മിക്കവാറും പിഴിഞ്ഞു കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്, എനിക്ക് തന്നെ മടിയാവും. അങ്ങനെ ചെറുനാരങ്ങ ഇരുന്ന് കേടായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പപ്പ മേടിച്ചിട്ട് വന്ന് നല്ല ചെറുനാരങ്ങ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണവും ഇത് പച്ചക്കായ, ചേന. അപ്പോൾ എനിക്ക് ഇത്തിരി കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുവന്ന്. പിന്നെ പഴം, പിന്നെ വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ എന്തെങ്കിലും എടുത്തിട്ടാണ് ഞാൻ കറി വെക്കാൻ പോണത്, കാരണം ഈ വിന്താലും വളരെ കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേറെ ചെയ്യാമെന്ന് വിചാരിച്ച്.
അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ വിന്താലുവിൻ്റെ ഒപ്പം ക്യാബേജ് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ക്യാബേജ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ക്യാബേജ് അപ്പോൾ വേഗം തന്നെ എടുത്തിട്ട് കട്ട് ചെയ്ത് ഇത്തിരി വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് നേരം അത് ഒന്ന് അതിനകത്ത് കിടന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇനി തേങ്ങ അരപ്പ്. എനിക്കിപ്പോൾ തേങ്ങ അങ്ങനെ ഇടുന്നതിലും ഇഷ്ടം എപ്പോഴും ചതച്ചിടുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ അരപ്പ് ഇന്ന് ഞാൻ ചെറിയ ജീരകം ഇട്ടിട്ടാണ് ചെയ്തത് കേട്ടോ. ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടി ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ആ തേങ്ങ ഒന്ന് വഴറ്റിയിട്ട് ചില സമയങ്ങളിൽ ഇതെല്ലാം കൂടി നമ്മൾ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യും. കൈ വെച്ച് നല്ല രീതിയിൽ അമർത്തി മിക്സ് ചെയ്തെടുക്കും. ഈ തേങ്ങ അരപ്പും ക്യാബേജും കൂടി, അതും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അമർത്തി നല്ലൊരു സോഫ്റ്റാക്കി എടുത്ത് വെച്ചിട്ടാണ് പിന്നെ വേവിക്കണത്. അതും നല്ലതാണ്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് അതിന് അങ്ങനെയൊന്നും തോന്നിയില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ക്യാബേജ് തോരനും പിന്നെ എൻ്റെ കയ്യിൽ തലേ ദിവസത്തെ മോര് ചാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാബേജ് തോരൻ വെച്ചത്. ഇനി മോര് ചാറിൻ്റെ ഒരു പണിയില്ല. അല്ലെങ്കിൽ എനിക്ക് റയലും മോര് ചാറും ഇതിൻ്റെ കൂടി ഇഷ്ടമാണല്ലോ. അപ്പോൾ ഏതായാലും മോര് ചാറ് തലേ ദിവസത്തത് കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ വിന്താലു നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ വിന്താലിൻ്റെ അകത്തില്ലേ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരിത്തിരി പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ വിചാരിക്കും അതൊരു പഞ്ചസാര ചേർത്താൽ മധുരമായി പോയില്ലേ. മധുരമാക്കരുത്, പക്ഷേ ഈ ഒരു ചെറിയൊരു മധുരം ഈ പുളി ഉപ്പും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതൊക്കെ പൊടിക്കൈകളാണ്. ഇങ്ങനെയുള്ള ചില ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്താണ് ഈ കേറ്ററിങ്ങിലൊക്കെ അവർ ഫുഡിന് നല്ലൊരു ടേസ്റ്റാക്കി എടുക്കുന്നത്. നമ്മൾ വിചാരിക്കും ഭയങ്കര പ്രത്യേകതകൾ എന്തൊക്കെയുണ്ട്. അങ്ങനെ വലിയ പ്രത്യേകതകളൊന്നും ആയിരിക്കില്ല. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. ചിലവർ ഇത് ബീഫിൻ്റെ റോസ്റ്റിനകത്ത് ബിസ്ക്കറ്റ് പൊടിച്ചിടും, അല്ലെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇടും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ടിപ്പ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് കിടന്നതാണ് കേട്ടോ. അപ്പോൾ പപ്പക്കും വേറെ മുകളിലേക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പപ്പയും ഇവിടെ വന്ന് കിടക്കണേണ്. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് വൈകുന്നേരം ക്ലീനിങ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മാറി ഒന്ന് ഇത്തിരി നേരം കിടന്നതാണ്. അപ്പോൾ റൂബി കുഞ്ഞിന് ഒട്ടും ഇഷ്ടപ്പെടണില്ല ഇവരൊക്കെ ഇവിടെ വന്ന് കിടക്കണത്. അപ്പോൾ റൂബി കുഞ്ഞിന് ഇവരെല്ലാവരെയും ഓടിച്ചിട്ട് മമ്മിയുടെ കൂടെ കിടക്കണം. അങ്ങനെ പിന്നെ ചേട്ടനെയൊക്കെ ഓടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാനിവിടെ കിടന്ന് എൻ്റെ കൂടെ റൂബി കുഞ്ഞ് കിടന്ന് ഉറങ്ങിയതാണ്. നല്ല ഉറക്കമായപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല, അവൾ നല്ല ഉറക്കത്തിലാണ്. പപ്പയും ആ സമയത്ത് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. ഭയങ്കര ടയേർഡാണ്, ഒരുപാട് പണിയായതുകൊണ്ടേ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് എഴുന്നേറ്റ് എനിക്ക് പിന്നെ ഒട്ടും തന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല, കാരണം ഈ സ്നാക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഉറങ്ങാറില്ല, വേഗം തന്നെ എഴുന്നേറ്റ് പോരുകയാണ് ചെയ്യണത്. ഉറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ലേ ടയേർഡായിട്ട് നമ്മൾ അറിയില്ല എത്ര നേരം ഉറങ്ങിയെന്ന്. അപ്പോൾ അവർ ചായക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാൻ പേടിയാണ്. അങ്ങനെ ഞാൻ ഏതായാലും ഓടി വന്ന് ഇനിയിപ്പോൾ പഴംപൊരി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി കടലപ്പൊടിയും മൈദപ്പൊടിയും പഞ്ചസാര ഉപ്പും കൂടിയിട്ട് ഒരു 4 ടീസ്പൂൺ മധുരവും പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 2 കപ്പ് അരിപ്പൊടിയല്ല മൈദപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് കടലപ്പൊടി. അങ്ങനെ അത് ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ ഞാനൊന്ന് കുഴച്ചെടുക്കാനാണ്. അല്ലെന്നുണ്ടെങ്കിലില്ലേ ആ ഒരു കൺസിസ്റ്റൻസി അറിയില്ല, ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാൽ പഴം അങ്ങോട്ട് മുക്കി അതിന് മുൻപ് തന്നെ അതിന്മേൽ ഒഴുകിപ്പോവും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോഴാണെങ്കിൽ എണ്ണയുടെ അടിയിലേക്ക് അത് ഒഴുകി കൂടിയിട്ട് പഴം ഇങ്ങനെ വെറുതെ ഇരിക്കും മുകളിൽ. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ കൈ വെച്ച് തന്നെ ചെയ്തേട്ടാ. ഇനിയിപ്പോൾ പഴംപൊരി പഴം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് പഴത്തിൻ്റെ പുറം വശം പഴുത്ത പോലെയാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ ഇത്തിരി പഴുപ്പ് കുറവാണ്. അപ്പോൾ നല്ല ഒരുവിധം പഴുത്ത പഴമാണെന്നുണ്ടെങ്കിലാണ് നല്ല മധുരം ഉണ്ടാകുന്നത്, നല്ലൊരു ടേസ്റ്റും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇത്തിരി കൂടി പഴുക്കാനുണ്ട്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുത്ത പോലെ ഉണ്ടായിരിക്കണത്. അപ്പോൾ ഇതെന്തോ ഒരു ശരിക്കും താനെ പഴുത്തേക്കണതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ പഴംപൊരി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പപ്പയും കഴിക്കും, ഇത് റയനും കഴിക്കും. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ എടുത്തില്ല. റയൻ ഈ പഴംപൊരിയും
ബീഫ് എന്തായാലും കൂട്ടിയിട്ട് കഴിച്ചിട്ടാ. എനിക്കതൊന്നും ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ എന്ത് ടേസ്റ്റാണ്, ഇതിനൊക്കെ എന്ത് കോമ്പിനേഷനാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കതൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല, കാണുന്നതും ഇഷ്ടമല്ല. അപ്പോൾ റയനത് കഴിക്കണ്ടെന്ന് കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് ഒരു ഇത്തിരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പപ്പയുടെ വായിലേക്ക് ഒരു ഇത്തിരി എടുത്ത് വെച്ച് കൊടുത്തു. പപ്പയ്ക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെയൊന്നും. അപ്പോൾ റയൻ അങ്ങനെ ഇന്ന് പഴംപൊരിയും ബീഫും രാത്രി കഴിച്ച കാര്യം കൊണ്ടാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ അത്രേ ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് വ്യാഴാഴ്ചത്തെ കാര്യമാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചത്തെ കാര്യമാണ് കാണിക്കണം. അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ. 9-10 മിനിറ്റിന് മുമ്പ് തന്നെ നമ്മുടെ ആദ്യത്തെ വ്യാഴാഴ്ചത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ചത്തെ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ഇട്ടത്. അപ്പോൾ രാവിലെ തന്നെ അവർക്ക് ചായ കൊടുക്കാനുള്ള പാലില്ലാഞ്ഞുകൊണ്ട് പാല് മേടിച്ച് 2 പാക്കറ്റ് തൈര് മേടിച്ച് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ട്. പിന്നെ റവ എൻ്റെ കയ്യിൽ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് പപ്പയ്ക്ക് ഇത്തിരി റവ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. വേഗം പുട്ടല്ല, ഉപ്പുമാവ് വേഗം പണി കഴിയുമല്ലോ. പക്ഷേ നോക്കുമ്പോൾ റവയില്ല. അങ്ങനെ ഞാൻ അന്ന് പിന്നെ റവ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് റവ മേടിച്ച്, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നേരത്തെ മേടിച്ച റവ കയ്യിലുള്ളത് കണ്ടത്. അങ്ങനെ ഇപ്പോൾ 1.5 കിലോ റവ കയ്യിലുണ്ട്. ഇതെങ്ങനെ തീർത്തെടുക്കുമെന്ന് എനിക്കറിയില്ല. ഒന്നാമത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ഉപ്പുമാവൊന്നും കഴിക്കണത് എനിക്കിഷ്ടമല്ല. പിന്നെ പപ്പയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഞാനൊരു ഇത്തിരി കൂടെ കഴിക്കുമെന്ന് മാത്രം. അങ്ങനെ 1.5 കിലോ റവ കയ്യിലിരിക്കുന്നുണ്ട്. പിന്നെ ഏതായാലും ഇന്നിപ്പോൾ റവ ഉണ്ടായിരുന്നില്ലല്ലോ ഉപ്പ ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ ഇത്തിരി പുട്ടുണ്ടാക്കി. പിന്നെ ഇതിൽ പരിപ്പ് കറിയും കൂടിയിട്ട് ഉണ്ടാക്കണേണ് കേട്ടോ. അപ്പോൾ ഇത്രയും 2 പുട്ട്, ഇത് 2 ദിവസത്തെ പുട്ടാണ് കേട്ടോ. ഓരോരോ പീസായിട്ട് ഓരോ പ്രാവശ്യം എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചതാണ്. അപ്പോൾ ഞാൻ അതും കൂടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഒന്നെടുത്ത് തീർക്കണം. അപ്പോൾ പഴം ഇത് പപ്പയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ പുട്ടിനൂടെ കൊടുക്കാം. പക്ഷേ 4 പഴം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ 4 പേർക്ക് ഓരോ പഴം കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പപ്പയ്ക്ക് അതിനകത്ത് നിന്നൊരു പഴം കൊടുക്കാമായിരുന്നു. പപ്പയ്ക്ക് പഴം കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കേണ്ടി വന്നു. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. പഴം അങ്ങോട്ട് പുഴുങ്ങാൻ വെച്ചാൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഇനി കറിക്ക് ഉച്ചക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പീച്ചിങ്ങയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി മീനുള്ളതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പ് കാലമല്ലേ എന്ന് ചിലവർക്ക് തോന്നും. പക്ഷേ ഇപ്പം നോമ്പ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാ. കാരണം റയനൊക്കെ വീട്ടിലുണ്ട്. പിന്നെ പപ്പക്കും പറ്റൂല, നോൺ വെജ് എന്തെങ്കിലുമൊക്കെ ഒന്നും ഇടക്കില്ലാതെ പറ്റൂല. അപ്പം നമ്മുടെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കണേണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോമ്പെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ഫുഡ് മാത്രം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യരുത്. മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നിയന്ത്രണം വെച്ച് നോമ്പെടുക്കാവുന്നതാണെന്ന് പള്ളിയിൽ തന്നെ അവർ വിളിച്ചു പറയുന്നുണ്ട്. ഫുഡ് കഴിക്കാതെ ഒന്നും ഇരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അസുഖങ്ങളൊക്കെ, തലകറക്കവും കാര്യങ്ങൾ, ഫുഡ് അവർക്ക് പറ്റാത്ത ഫുഡാകുമ്പോൾ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതൊന്നും വേണമെന്നില്ല. അല്ലാതെ നമുക്ക് ഒട്ടൊഴിച്ചുകൂടാനാവാത്ത ചില കാര്യങ്ങളെന്ന് തോന്നുന്നതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ പള്ളിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ചായയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരിപ്പ് കറിയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് മുകളിലേക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇനി മീൻ കറിക്കുള്ള കാര്യങ്ങളും, പിന്നെ ചോറ് കുറച്ചുണ്ട്. അതുകൊണ്ട് തന്നെയും കലത്തിലിനി ചോറ് വെക്കണ്ട. ഇത്തിരി കുക്കറിൽ കുറച്ച് ചോറ് വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് ചോറ് വെക്കേണ്ട സമയത്തേ കുക്കറിൽ വെക്കുള്ളൂ. കാരണം നമ്മൾ 1.5 നാഴിയൊക്കെയാണ് സാധാരണ കലത്തിൽ വെക്കണം. 1.5 നാഴി, 2 നാഴി, 2.5 നാഴി വരെ വെക്കാം. അപ്പോൾ അതിൽ കുറച്ച് 1 നാഴിയൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ ഈ കുക്കറിനകത്താണ് വെക്കണത് കേട്ടോ. അപ്പോൾ പപ്പ അവർക്ക് കൊണ്ടേ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് കഴിക്കണത്. ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെയൊക്കെ പപ്പ കഴിക്കും സമയം കിട്ടിയാൽ. അപ്പോൾ മുകളിൽ പണി നടക്കുന്നത് കൊണ്ട് താഴെ നല്ല പൊടി വീഴും നമ്മുടെ ഡൈനിങ് ഏരിയയിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തേക്ക് വന്നിരുന്നിട്ടാണ് ഇപ്പോൾ കഴിക്കണത്. അവിടെ ഇരുന്ന് കഴിക്കൽ കുറവാണ്. അവരവിടെ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത്. അല്ലാതെ അവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അവിടെ ഇരുന്നിട്ട് കഴിക്കാം. അപ്പോൾ പപ്പയൊക്കെ ഇപ്പോൾ കിച്ചണിൽ റയൻ വന്നെങ്കിൽ കിച്ചണിൽ വന്നിരുന്നിട്ടാണ് കഴിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ റയൻ കുളിച്ച് വൃത്തിയായി സുന്ദരനായിട്ട് മുടി വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. പോയി വന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ റയൻ ഇപ്പോൾ പോകാനുള്ള സമയം ആയി എന്ന് തോന്നിയപ്പോഴത്തേക്കും പോയിട്ട് മുടി വെട്ടാൻ വേണ്ടി കുളിച്ചൊരുങ്ങി വന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ചും കൂടി ഡിലേ ഉണ്ടെന്ന്. അപ്പോൾ റൈമർ ഏതായാലും മുടി വെട്ടാൻ വേണ്ടി ഞാൻ കുളിച്ചൊരുങ്ങിയതല്ലേ, പോയി വെട്ടിയേക്കാം എന്നും പറഞ്ഞിട്ട് പോയതാണ്. ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും ഇങ്ങനെ ഡിലേ വന്നത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ റയൻ്റെ ആംഗ്ലോ ഈസ്റ്റേൺ കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടും തന്നെ നമുക്ക് നിൽക്കാൻ ടൈം കിട്ടാതെ ഇവർ പെട്ടെന്ന് തന്നെ ഷിപ്പിൽ കയറ്റി ആ ഒരു 18 മാസം പെട്ടെന്ന് തന്നെ സീറ്റ് ടൈം ആക്കി കൊടുക്കും. ഇത്തവണ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് ഒരു പിടുത്തവും ഇല്ല.
പിന്നെ നേരത്തെ ഇപ്പോൾ കയറാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു ഷിപ്പ് ഉണ്ടല്ലോ, ഇവൻ അലോട്ട് ചെയ്തിരുന്ന ആ ഒരു ഷിപ്പും ഇപ്പം മാറി ഇപ്പം വേറൊരു ഷിപ്പാണ് അലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയും ചില ട്വിസ്റ്റ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണാവോ. ഇനിയിപ്പം മാർച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്, മാർച്ച് ഫസ്റ്റ് വീക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. റയൻ ഇവിടെ ഉള്ളതിൽ എനിക്ക് വലിയ സന്തോഷം തന്നെയാണ്. റയനെ കാണുമ്പോഴും ഇവിടെ റയൻ ഉണ്ടല്ല എന്നുള്ളൊരു ആശ്വാസവും എല്ലാം സന്തോഷമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു സങ്കടവുമുണ്ട്. അവൻ്റെ സമയങ്ങൾ പോകുന്നു, മാസങ്ങൾ പോകുന്നു. ഫസ്റ്റ് തന്നെ അവന് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ അതായത് ചാൻസ് കിട്ടാതെ, ഈ കോഴ്സിന് ചാൻസ് കിട്ടാതെ 1 വർഷം പോയതാണ്. വീണ്ടും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു വിഷമം. റിച്ചാർഡിനും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. റിച്ചാർഡിൻ്റെ കമ്പനി വേറെ ഇതാണ്. പക്ഷേ ഈ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഇത് റിച്ചാർഡ് കമ്പനിയിൽ അത് പതിവായിരുന്നു. ഈ ഒരു കമ്പനിയിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അതാണ് ഒരു പ്രത്യേകത. റിച്ചാർഡ് കമ്പനിയിൽ മിക്കവാറും ഇതുപോലുള്ള ഡിലേകൾ പതിവായിരുന്നു. അത് നമുക്കൊരു പുത്തരിയല്ലായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ അല്ല. ഇവരുടെ കമ്പനിയിൽ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഡിലേ വരുന്നത് എന്ന് തന്നെയല്ലേ നമുക്ക് വിചാരിച്ച് ആശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ റൈൻ്റെ കാര്യങ്ങൾ പോണത്. അപ്പോൾ റൂബിയുടെ ചെവി ക്ലീൻ ചെയ്യണ ഒരു ക്ലെൻസർ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലെൻസർ ചെവിയുടെ അകത്ത് ഇങ്ങനെ നിറഞ്ഞ് കയറണം, എന്നാലേ അഴുക്കുകൾ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ അതാണ് അവൾ ഈ കളയണത്. ചെവിയുടെ അകത്ത് നിറഞ്ഞിരിപ്പുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷേ അത് ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ചെവിയുടെ അകത്ത് അഴുക്കിരുന്നിട്ട് ചൊറിച്ചിലും പഴുപ്പും ഒക്കെ വരും. അപ്പോൾ അതിന് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഈ ക്ലെൻസർ ഇട്ട് കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അത് പതഞ്ഞ് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കുളിപ്പിക്കാനൊന്നും ഇപ്പോൾ പറ്റുമൊന്നുമില്ല. ഈ പൊടിയിൽ മുങ്ങിയിരിക്കുമ്പോൾ കുളിപ്പിക്കാനൊന്നും പറ്റില്ല. ഇപ്പം നമ്മളുടെ വീട് മൊത്തത്തിൽ പൊടിയിൽ മുങ്ങിയിരിക്കണേണ്. ഒന്നും നമ്മളതുകൊണ്ട് കൂടുതൽ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ റൂബിനെയും ഇതൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ റൂബി അത് എവിടെ കൊണ്ടുപോയി ഉരച്ച് കളയണമെന്ന് വിചാരിച്ച് ഇത് പുറത്തേക്ക് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കവറുമേലിട്ട് ഉരക്കണുണ്ടായിരുന്നു. പിന്നെ അവളുടെ ബെഡിലിട്ട് ഉരച്ച് കുറേ നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സെറ്റിമേലേക്ക് കയറി. സെറ്റിയുടെ കാര്യം അവൾ മറന്നിരിക്കണമായിരുന്നു. ഇപ്പോഴാണ് അവൾ ഓർത്തോ ഇത്രയും നല്ല സാധനം ഇവിടെ കിടപ്പുണ്ടല്ലോ. അങ്ങനെ ചെവിട്ടിൽ നിന്ന് കളയാൻ നോക്കണേ. പക്ഷേ ചെവിടിനകത്തേക്ക് ആ മരുന്ന് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നേരം അവിടെ കിടന്ന് ബുദ്ധിമുട്ടാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചെവിയിൽ നിന്ന് ഊർന്ന് പോരും. അതോടുകൂടി അവൾക്ക് സമാധാനവും. പക്ഷെ അങ്ങനെ പോരാൻ പാടില്ല. ചെവി ക്ലീനായി വരണമല്ലോ. അപ്പോൾ അതിൻ്റെ വിഷമണി കാണിക്കണത് ഒരു ചെവി ഇങ്ങനെ തളർത്തിയൊക്കെ ഇട്ടിട്ട് ആൾ നടക്കണേന്. ഏതായാലും അത് കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാതെ നിവർത്തിയില്ല. കാരണം നമ്മുടെ പോലെ ചെവിടിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ബഡ്സ് ഇട്ടിട്ടൊക്കെ നമ്മൾ ചൊറിച്ചിലൊക്കെ മാറ്റൂലേ, അങ്ങനത്തെ പരിപാടികളൊന്നും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പാവത്തുങ്ങളിങ്ങനെ ചൊറിഞ്ഞ് ചെവി ഇങ്ങനെ ഒരു വശത്തേക്ക് ചരിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭയങ്കരമായിട്ട് ചൊറിയണുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ക്ലെൻസർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ക്ലീനിങ് കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് വന്നാണ്. ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഒരു ശരീരം വേനയൊക്കെ വന്ന് ആകെ കാരണം ഞാനൊരു 11:30-12 മണിക്കൊക്കെ കുളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ശരീരം വേനയൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ടേ ഇല്ല. ഈ ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്ത് വൈകുന്നേരം വരെ നടന്ന് എനിക്ക് ഒട്ടും തന്നെ ഒരു ഉഷാറില്ലാത്തൊരു ദിവസമായിരുന്നെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഈ ഉടുപ്പൊന്നും മാറാൻ നിൽക്കൂല കേട്ടോ. രാത്രി കുളിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ഇത് അഴുക്കെന്ന് പറയാനില്ല. പിന്നെ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം അധികം ചൂടൊന്നും തോന്നുന്നില്ല. നേരത്തെ കുറച്ച് ദിവസമൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പം വലിയ ചൂടൊന്നും തോന്നണില്ല. പക്ഷേ റയന് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് വെറുതെ ഇത്തിരി നേരം ഒന്ന് ഫാനും കൂടെ ഓഫ് ചെയ്ത് നിന്ന് അപ്പം വേർത്ത് കുളിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നണില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ടോ? എനിക്ക് അധികം ചൂടൊന്നുമില്ല. പപ്പ ഇങ്ങനെ വേർത്ത് ഒഴുകി നടക്കുക. പപ്പ ഇങ്ങനെ ജോലികൾ കൂടുതൽ ചെയ്യുക, മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങില്ല. അതൊക്കെ കൊണ്ടാണ് തോന്നുന്നത്. എപ്പോഴും അവിടെ മെത്തൂടി വെള്ളം ഇങ്ങനെ ഒഴുകി താഴെ വീഴണ പോലെയാണ് തോന്നുന്നത്. എപ്പോഴും കൈമുട്ടിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് വന്നുകൊണ്ടിരിക്കും. എനിക്ക് പക്ഷേ അങ്ങനെ ഒട്ടും തന്നെ ചൂടൊന്നുമില്ല. സാധാരണ ടെമ്പറേച്ചർ തന്നെ തോന്നുന്നത്. അപ്പോൾ നമ്മളുടെ പീച്ചിങ് ഒന്ന് താളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പാത്രത്തിൽ തന്നെ ഇടാതെ നിവർത്തിയില്ല. പക്ഷേ വെന്ത് കഴിയുമ്പോൾ താഴേക്ക് ഒരു തിരി ഉണ്ടാവുള്ളൂ. എങ്കിലും നമുക്കൊന്ന് ഇളക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒരു വലിപ്പമുള്ള പാത്രം എടുത്ത്. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ മീൻ കറി വെക്കാനായിട്ട് തേങ്ങ ഇത്തിരി കുറവാണ്. വളരെ കുറച്ച് ഒരു 4 മീനുണ്ട്. അപ്പോൾ തേങ്ങ ഇത്തിരി കൂടി ഉണ്ടെങ്കിലും നല്ലതായിരുന്നു. എങ്കിലും കുഴപ്പമില്ല.
ഉള്ളത് മതി. അങ്ങനെ ഉള്ളത് എങ്ങനെ ഇപ്പോൾ പൊതിക്കാനും ചെണ്ടാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ അത്രയും തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇനിയൊന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കറി റെഡി. അപ്പോൾ മീൻ കറി, കാലത്തെ പരിപ്പ് കറി, പീച്ചിങ് ഉലത്തിയത്, ഇതാണിപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ തലേ ദിവസത്തെ ബീഫ് എന്തായാലും ഒക്കെ അത് അപ്പം തന്നെ തിന്നു. തലേ ദിവസം രാത്രി പോലും അത് തികഞ്ഞില്ല. അപ്പോൾ റയനാണ് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. റയന് നല്ല ഇഷ്ടപ്പെട്ടുണ്ട്. ഞാനും പപ്പയൊക്കെ വളരെ കുറച്ച് കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേക്ക് വേറെ കറിയുടെ ബാലൻസ് ഒന്നും തന്നെ ഇല്ല. ക്യാബേജ് തോരനുണ്ട് കേട്ടോ, തലേ ദിവസം വെച്ചത്. ക്യാബേജ് തോരൻ നമുക്ക് ഈ സമയത്ത് കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ ഈ കൂട്ടത്തിൽ. അപ്പോൾ ക്യാബേജ് തോരൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒക്കെ അതങ്ങനെ തീർന്നിട്ടുണ്ട്. ചാറ് കറിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മീൻ ഏതായാലും ഒരു ചാറ് കറിയായിട്ട് വെക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ റയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മീൻ വറുക്കണം, തേങ്ങ അരച്ച് വെക്കണം. അപ്പോൾ അവന് അങ്ങനെ വറുത്ത മീനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അവൻ തേങ്ങ അരച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മീൻ കറിയായിട്ട് വെച്ചത് കേട്ടോ. ഇനി വൈകുന്നേരത്തേക്കുള്ള സ്നാക്കിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് സ്നാക്ക് ഞാൻ സവാള വടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളുടെ ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെ സവാള വട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒന്ന് അത് കുഴച്ച് വെച്ച് കഴിഞ്ഞാലാണ് അതൊന്ന് പൊങ്ങി വന്നിട്ട് നല്ല വീർത്തിട്ടുള്ള സവാള വട ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും അത്യാവശ്യം സവാള തന്നെ, സവാളയും പച്ചമുളകും ഒരിത്തിരി വേപ്പിലയും, വേറെ സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇടില്ല. നമ്മൾ ഉഴുന്ന് വടക്കകത്ത് ഇഞ്ചി പിന്നെ കുരുമുളകൊക്കെ ഇടുമല്ല. ഇതിനകത്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. സവാള വട നമ്മൾ സവാള തന്നെയാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ സവാള അരിഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് മൈദപ്പൊടി, കടലപ്പൊടി, ഈ 2 പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചോറ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടാകുന്നില്ലേ, അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കുക്കറിൽ വെക്കുമ്പോൾ ഭയങ്കര സിമ്മിലിട്ടിട്ട്, ഏറ്റവും സിമ്മിലിട്ടിട്ട് സാവധാനം അതിങ്ങനെ വെന്ത് ഒരു തിളക്കണ സ്മെല്ല് വരും. പിന്നെ ഒരു ആവിയല്ല, പുക പതിയെ വരും. അപ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്തിടുകയാണ് ചെയ്യണത് കേട്ടോ. കൂടുതൽ അതിനകത്തേക്ക് പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ വെന്ത് ഇങ്ങനെ ഒരു എണ്ണമയം പിടിച്ച പോലെയൊക്കെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ഈ ചെറിയ ഒരു പുക പോലെ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് വാർത്തിടും കേട്ടോ. നല്ല കലത്തി വെച്ച ചോറ് പോലെ തന്നെ കിട്ടും. അപ്പം ഞാൻ എൻ്റെ മൈദപ്പൊടി 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്തിട്ട് സവാള, പച്ചമുളക്, ഇത്തിരി വേപ്പിലയും കൂടി അരിഞ്ഞത് ഇട്ട്, ഇനി ഒരു ഇത്തിരി ഈസ്റ്റ് ഇട്ടത് കണ്ടില്ല, അത് ഇട്ടിട്ടുണ്ട്, അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഈസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും ഞാനത് ക്യാമറ ഓൺ ആണെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇത് ഓഫായിരുന്നു. അപ്പോൾ ഒരു ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചിലവർ സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ട് ചെയ്യും. അപ്പോൾ ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ഇട്ട് വെച്ചേക്കണത്. എന്നിട്ട് അത് നല്ല രീതിയിൽ കുഴച്ച് അടിച്ചടിച്ച് അതിനെ ഒന്ന് സോഫ്റ്റാക്കിയിട്ട് വേണം നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. വെറുതെ ഇളക്കിയിട്ട് വെക്കരുത്, കൈ വെച്ചിട്ട് നല്ല രീതിയിൽ അടിക്കണം. അപ്പോൾ എൻ്റെ കസിൻ ചേച്ചിയുടെ കടയിൽ അവർ റെസ്റ്റോറൻറ്റിൽ ഈ സവാള വട ചെയ്യുന്നത് എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ഈസ്റ്റാണ് ഇട്ടിട്ട് പൊക്കാൻ വെക്കണത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സോഡാപ്പൊടി ഇട്ടിട്ട് അപ്പം തന്നെ ഉണ്ടാക്കണം. സോഡാപ്പൊടി ഇട്ടിട്ട് പിന്നെ വെക്കരുത്, അത് ഹാർഡായിപ്പോവും. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് പൊങ്ങാൻ വെച്ച് നല്ല സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ സവാള വട ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഉഴുന്നുവടയും ഈസ്റ്റ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ ഈ ചായക്കടകളിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആ ഒരു രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഉണ്ടാക്കുന്നത്. ചേച്ചി എനിക്ക് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാനും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ കൈകൊണ്ട് ഒന്ന് അടിച്ചടിച്ചടിച്ച് അതിനെ ഒന്ന് സോഫ്റ്റാക്കി മിക്സാക്കി, ഇനി അത് അവിടെ ഇരുന്നിട്ടൊന്ന് ലൂസാകും. അപ്പോൾ മാക്സിമം ഇത് തിക്കായിട്ട് ഒന്ന് ആക്കി വെച്ചാലേ ഒരുപാട് ലൂസായി പോകാതിരിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആ സ്റ്റീമറിൻ്റെ അടിയിലെ പാത്രത്തിൽ തന്നെയാണ് കുഴച്ച് വെച്ചത് കേട്ടോ. അത് പാചകം ചെയ്യാനും വഴറ്റാനും എല്ലാത്തിനും പറ്റൂട്ടോ, അതിനകത്ത് കുക്ക് ചെയ്യാനൊക്കെ പറ്റൂട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സ്റ്റീമർ എടുത്ത സ്ഥിതിക്ക് പിന്നെ ഇനി വേറൊരു പാത്രം പുറത്ത് പോയി എടുക്കണ്ടില്ല എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെയാണ് കുഴച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ പപ്പക്കുള്ള ചോറെടുത്ത് വെച്ചിട്ട് പപ്പ വന്നിട്ടില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ അത്ര വിശപ്പില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ലേറ്റായിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ പപ്പ അവിടെ തളർന്ന് കിടന്ന് ഉറങ്ങണേണ്. അപ്പോൾ എൻ്റെ ഇടയിൽ നിന്നാണ് റയൻ വന്നിട്ട് കഴിക്കണത് കേട്ടോ. പപ്പക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ട് അങ്ങനെ കിടക്കണേ.
പപ്പക്കാണ് എനിക്കൊന്നിന് ഏറ്റവും കൂടുതൽ ജോലി പെയിൻറ്റിങ് ഒക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് അത്രക്ക് വലിയ ജോലി വരില്ല. എനിക്ക് കിച്ചൺ വർക്ക് ഉണ്ട് എങ്കിൽ തന്നെയും ക്ലീനിങ് വർക്ക് കൂടുതലും പപ്പക്കാണ് ഈ സമയത്ത് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞ് മുകളിലത്തെ അവസ്ഥ ഒന്ന് കാണിച്ചു. ഞാനിങ്ങനെ ഏതായാലും മുകളിലേക്ക് കയറുന്നില്ല, വളരെ കുറവാണ് കയറൽ. അപ്പോൾ പപ്പ പോയിട്ട് എടുത്തിട്ട് വന്ന വീഡിയോ ആണിത്. പപ്പ കൂടുതലും മതിലാണ് കാണിച്ചേക്കണത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പപ്പ മതിൽ അല്ല മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞ് നീ തന്നെ പോയിട്ട് എടുക്കുന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയാം എനിക്കിനി മടിയാണ്, ഞാൻ പിന്നീട് ഒരു ദിവസം പോയിട്ട് കയറാം, ഇന്ന് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയില്ല കേട്ടോ. അപ്പോൾ പപ്പ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ മതിലിൻ്റെ ഒക്കെ പെയിൻറ്റിങ് കഴിഞ്ഞ് എന്നൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുത്തത്. പക്ഷെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത് റിച്ചാർഡ് കല്യാണം കഴിഞ്ഞിട്ട് കിടക്കാനുള്ള റൂമാണ്. അപ്പോൾ അവിടെ 2 അലമാരി നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കണം, ഇവർക്ക് സൗകര്യം വേണമല്ല ഇവരുടെ സാധനങ്ങൾ വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി കൊടുക്കണം. അതിനകത്തൊക്കെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ എല്ലാം ഇരിക്കണം. അപ്പോൾ അതെല്ലാം എടുത്ത് അപ്പുറത്തെ മുറിയിൽ എവിടെ വെക്കണ്ടേന്ന് മാത്രം എനിക്കറിയില്ല. ഈ കട്ടിലും മാറ്റണം, ഇതെല്ലാം മാറ്റണം. അതൊക്കെ എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല. എല്ലാം നല്ല സാധനങ്ങളുമാണ്, കളയാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഹോളാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നിറഞ്ഞിരിക്കണേണ് സാധനങ്ങൾ കൊണ്ട്. ഇനി അതൊക്കെ ഇവിടെ കൊണ്ടിടും എന്നുള്ളത് പപ്പ തന്നെ ചെയ്യും. അതൊക്കെ പപ്പക്ക് തന്നെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ഇപ്പം ഏതായാലും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എവിടെയൊക്കെ കൊണ്ടിടും എന്നുള്ളത്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഡംപ് ചെയ്ത പോലെ നമുക്ക് ഇടാൻ പറ്റില്ല, നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നെ ഇടണമല്ലോ, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വേണ്ടി ഇടാൻ വേണ്ടിയിട്ട്. അല്ലാതെ മീതെ എടുത്തൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതേ ഈ വാതിലയിലൊക്കെ പഴയ ബെഡ്ഷീറ്റിൻ്റെ പീസൊക്കെ അവർ മേടിച്ചിട്ട് ഇട്ടേക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ അതിലൊക്കെ വെള്ളം കുത്തു വീഴുമെന്ന് പറഞ്ഞിട്ടേ നമ്മൾ ഈ സീലിങ്ങിലൊക്കെ ചെയ്യുന്നതൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവർ ഇട്ട് വെച്ചേക്കണേന് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ അധികം മീറ്റർ ഇങ്ങനെ റോളായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സാധനങ്ങളുടെ മീതയിൽ പൊതിഞ്ഞവിടെ ഇട്ടിട്ടുണ്ട്. അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വെള്ളക്കുത്തായി പോകും നമ്മൾ സീലിങ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കവർ ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ അത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ റോള് മേടിച്ചിട്ട് അത് കംപ്ലീറ്റ് പുതപ്പിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ജനലുകൾക്കൊന്നും ബാളി ഇല്ല, എല്ലാം അഴിച്ച് വെച്ചേക്കണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ ഇല്ലേ ചില ദിവസങ്ങളിൽ ഭയങ്കര കാറ്റൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടി കിടന്ന് പറക്കണ സ്ഥലം കേട്ടാൽ പേടിച്ച് പോകും പാതിരാക്കൊക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞാൽ പേടിച്ച്. അപ്പം ഞാനാണ് ആദ്യം തന്നെ പറഞ്ഞത് മുകളിൽ പ്ലാസ്റ്റിക് എല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിട്ടില്ലേ സാധനങ്ങളൊക്കെ കാട്ടിന്മേലും ഒക്കെ വീഴ്ച, അത് കാറ്റുകൊണ്ട് പറക്കണതാണ്. അപ്പം ഞാൻ ഓർക്കണമായിരുന്നു ഒറ്റക്കെങ്ങാനും വീട്ടിൽ താമസിച്ചെങ്കിൽ പേടിച്ച് വിറച്ച് പോയാൽ ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചിട്ട് ഒരു പിടുത്തം കിട്ടില്ല. പ്രത്യേകിച്ച് രാത്രി നമ്മൾ ആകെ ഒരു അബോധാവസ്ഥയിലായിരിക്കും അപ്പോഴേക്കുള്ള ഒരു ശബ്ദമൊക്കെ കേൾക്കണത്. അപ്പോൾ അങ്ങനെ ജനലിൽ പാളികളില്ലാത്തതുകൊണ്ട് തന്നെ കാറ്റൊക്കെ കയറി ഒരുമാതിരിയാകണേന് ഇതെല്ലാം പുതപ്പിച്ചിട്ടതൊക്കെ പറക്കും. അങ്ങനത്തേക്ക് ഓരോ മിനക്കീട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ സ്നാക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് ഞാൻ കടന്നിട്ടാ. അപ്പോൾ അത് ചായ വെക്കണുണ്ട്. ഇനി പുറത്തുനിന്ന് നമ്മൾ പൊങ്ങാൻ വെച്ചാൽ സവാള വടയുടെ ആ ഒരു സംഗതി പൊങ്ങിയാന്നൊക്കെ നോക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഇത്തിരി കൂടി പൊങ്ങും. ഇതിപ്പോൾ പൊങ്ങി വരണേള് എങ്കിലും ഇതായാലും മതി കേട്ടോ. അപ്പോൾ കൈ നനച്ചിട്ട് നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ തന്നെ കൈ നനച്ചെടുത്ത് ഇതിൻ്റെ ഒരു ബോൾ ഇങ്ങനെ എടുത്തിട്ട് ഇത്തിരി ലൂസായിട്ടായിരിക്കണം. ഇത്രയും ലൂസ് ഉണ്ടാവും എന്ത് തന്നെയായാലും. അതുകൊണ്ടാണ് സവാള വട ഇങ്ങനെ പരന്ന പോലെ ഇങ്ങനെ കിടക്കുന്നത്. ഇത് നമ്മുടെ ഉഴുന്നുവടയാണെങ്കിൽ കുറേ കൂടി ടൈറ്റായിട്ട് ഉള്ള ഒരു ഇതിലാണ്. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ഹോളിട്ട് കൊടുത്ത്, ഹോളിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് കൂടിയിട്ട് വേവ് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഹോളിൽ കൂടി എണ്ണ കയറുമ്പോൾ ഉള്ളും പുറമൊക്കെ നല്ല രീതിയിൽ കറക്റ്റായി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹോളിടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിച്ചി ഇടാം ചെറിയ പീസസ് ആയിട്ട്. നമ്മുടെ സ്പൂണിൽ കോരിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഈ ഹോൾ ഇടാൻ പറ്റാത്ത ആളുകൾക്ക് സ്പൂണിൽ കോരിയിടാം. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കോരിയിട്ടിട്ട് കടകളിൽ ഉണ്ടാക്കും. അതിനെ നാനോ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഹോൾ ഇടാൻ പറ്റാത്തവർക്ക് ഈ നാനോ ആക്കി കഴിച്ചാലും നല്ല കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം നമ്മളുടെ ഈ പലഹാരങ്ങളൊക്കെ ആയി ചായയും ഇട്ട് ഒരു 4 മണിക്ക് ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6 മണി വരെ എനിക്കും റൂബിക്കും റെസ്റ്റ് ടൈമാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ മുറി അടച്ച് അതിനകത്തേക്ക് കയറി റൂബിയും കിടന്നുറങ്ങും. മുറി അടച്ചാൽ അവർക്ക് വലിയ
സന്തോഷമുണ്ട്. ആരും പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല എന്നുള്ളതാണ് അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മുറിയും അടച്ച് കഴിഞ്ഞ് പിന്നെ അവൾ അവിടെ കിടന്നുറങ്ങും. ആ സമയത്ത് ഞാൻ എൻ്റെ വിനോദങ്ങളിൽ ഏർപ്പെടും. ഇഷ്ടവിനോദം എന്ന് പറഞ്ഞത് മെയിനായിട്ട് എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ്. എനിക്ക് കടകളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടമുള്ളതൊക്കെ നോക്കി കുറഞ്ഞ വിലക്കും കിട്ടുകയും ചെയ്യും. നമുക്ക് പുറത്തലഞ്ഞ് നടക്കേണ്ട, സുഖമായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി മേടിക്കുക, ഇത് റിട്ടേൺ ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സമയത്ത് ഞാൻ ചെയ്യുക. പിന്നെ നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്